കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി സൗജന്യ കനിവ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം. സ്വാതന്ത്ര്യ യാത്രയുമായി വീടുകളിലെത്തി സൗജന്യ പരിചരണ പരിപാടി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. രോഗത്തിനും രോഗാവസ്ഥയ്ക്കുമെതിരെ മുഖം തിരിക്കാതെ സ്വാതന്ത്ര്യ പരിചരണത്തിലൂടെ അത്തരക്കാർക്കും കുടുംബത്തിനും ആശ്വാസമാവുകയാണ് കനിവ് പാലിയേറ്റീവിന്റെ സേവനം. വീടുകളിൽ കിടപ്പിലായ രോഗികളെ പരിചരിക്കാൻ രൂപീകരിച്ച സ്വാതന്ത്ര്യ പരിചരണ വിഭാഗമാണ് കനിവ് പാലിയേറ്റീവ്. വീടുകളിലെത്തി ചികിത്സയും ആവശ്യമായ മരുന്നുകളും സൗജന്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPMന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ കനിവിൻ്റെ ആരംഭം കുറിച്ചത്. ഇതിൻ്റെ ഭാഗമായി ഡോക്ടർ, നഴ്സ്, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ സേവനവും ലഭ്യമാക്കി വരുന്നുണ്ട്. കൃഷ്ണപിള്ള ദിനത്തിൽ ജില്ലയിലുടനീളം സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാണ് കനിവ് പാലിയേറ്റീവ് പ്രവർത്തനം തുടരുന്നത്. കയ്യൂർ ചീമനി സോണലിൻ്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി ഡോക്ടേഴ്സ് ഹോം കെയറും സംഘടിപ്പിച്ചത്. 7 ഡോക്ടർമാരും നഴ്സുമാരും സന്നദ്ധ പ്രവർത്തകരും CPM പ്രവർത്തകരും സേവനത്തിൽ പങ്കാളികളായി. ചീമനിയിൽ നടന്ന ചടങ്ങിൽ ചികിത്സക്കായി എത്തിയ ഡോക്ടർമാരെ ആദരിച്ചു. പരിചരണ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. ഡോക്ടർമാരില്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി സംഘടിപ്പിച്ചു വരുന്ന ഒരു സോണൽ കൂടിയാണ് കയ്യൂർ സോൺ എന്നറിയാം. അപ്പോൾ ഇത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ ഒന്ന്, ആഗസ്റ്റ് 19 ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഈ ഹോം കെയറിന്റെ ഒരു പ്രത്യേകത ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ്. 8 ഡോക്ടർമാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഇതിനെ ഞാൻ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഡോക്ടർമാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കിട്ടാനില്ലാത്ത ആളുകൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡോക്ടർമാരെ, ഞങ്ങൾ ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പം ഞാൻ അരുൺ ഡോക്ടറുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഡോക്ടറെ കിട്ടിയാൽ നാളെ രാവിലെ മുതൽ ജില്ലാസ്പത്രിയിൽ അവരെ നിയമിച്ച് ജില്ലാസ്പത്രി അടച്ചു കൂട്ടാതെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുക. നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ പാണത്തൂർ ഹോസ്പിറ്റൽ എന്ത് ചെയ്തു, ഒരു ദിവസമെങ്കിലും പൂട്ടിയിടേണ്ട സാഹചര്യം നമ്മുടെ ജില്ലയിൽ സംജാതമായി. ഡോക്ടർമാരുടെ വലിയ പ്രയാസമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ജില്ലയുടെ ചില പ്രയാസങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. സോണൽ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. കയ്യൂർ ചീമനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. ജനാർദ്ദനൻ നഴ്സുമാരെ ആദരിച്ചു. വിഷ്ണു കോണൂരായർ നൽകിയ പാലിയേറ്റീവ് ഉപകരണങ്ങൾ കനിവ് ജില്ലാ സെക്രട്ടറി PP സുകുമാരൻ ഏറ്റുവാങ്ങി. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ, K. രാധാകൃഷ്ണൻ, M. സുമേഷ്, M. K. നളിനാക്ഷൻ, K. സുകുമാരൻ, VV തമ്പാൻ, P. ശശിധരൻ, KV ലക്ഷ്മണൻ, PS സുരേഷ്, K. രാജു എന്നിവർ സംസാരിച്ചു. K. രവീന്ദ്രൻ സ്വാഗതവും AG അജിത് കുമാർ നന്ദിയും പറഞ്ഞു. അരുൺ, അശ്വതി, AR അനന്തിത, V. അഞ്ജലി, ചൈതന്യ, CK കീർത്തി കമൽ, ജയശങ്കർ എന്നിവരടങ്ങിയ ഡോക്ടർമാരുടെ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സംഘം വീടുകളിലെത്തി പരിചരണം നടത്തിയത്. ചെറുവത്തൂർ സോണിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ജനാർദ്ദനൻ നേതൃത്വം നൽകി. ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള രോഗിയുടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഓരോ ഡോക്ടർ ജനിക്കുമ്പോൾ കുറെ രോഗികൾ ഉണ്ടാവാൻ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അതുമാതിരി കേസ് ശേഷം ഇതെല്ലാം കുറഞ്ഞു വേണം. നമ്മുടെ ഞാനൊരു നർമ്മമെന്ന് പറയുന്നത്, അതായത് അതിലൊരു നർമ്മത്തിനുള്ളിലൊരു കാര്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്. ഡോക്ടറാകുമ്പോൾ എനിക്ക് പേഷ്യൻസ് കിട്ടിക്കൊണ്ടിരിക്കണം. ബാക്കി കേസുകൾ ഇങ്ങനെ ഉണ്ടായിക്കോളും. ഈ സന്തോഷത്തോടു കൂടെ ഇങ്ങനെ ഒരു എപ്പിസോഡുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, 1-2 രാജ്യങ്ങളിൽ ഇതൊന്നുമില്ല, ജയിലുമില്ല, മറ്റതില്ല, ഒന്നുമില്ല, ആള് സുഖം, ജാതിയുമില്ല, മതവുമില്ല, ഒരു ഇതുമില്ല, എല്ലാവരും ഒരേ മനുഷ്യരാജ. അങ്ങനെ ആവണം നമ്മുടെ ആഗ്രഹം. അങ്ങനെയാണ്. അത് ഒരു കാലത്ത് ആവുമായിരിക്കും. നമ്മൾ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് കനിവിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് നമ്മളെ രവിയാട്ടനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഘടനയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള പാലിയേറ്റീവ് രോഗികളൊക്കെ നമുക്ക് വീട്ടിൽ പോയി കണ്ട് അവർക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാനുള്ള ഒരു സംഘടനയാണ്. അന്ന് തന്നെ അതിൻ്റെ ഭാഗമായതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം വാക്കുകൾ സംസാരിക്കണം, കാരണം ഓൾറെഡി നമ്മളെ പ്രവർത്തനത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഞാൻ
കയ്യൂർ ഗവൺമെന്റ്, നമ്മുടെ കൊറോണയുടെ സമയത്ത്, കോവിഡിന്റെ സമയത്ത് നമ്മുടെ കയ്യൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഞാൻ പ്രീത സിസ്റ്റർ കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് ആ സമയത്ത് പിന്നെ കോവിഡ് വാക്സിനേഷൻ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കിടപ്പ് രോഗികൾക്കും നമ്മളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ആദ്യം ആരോഗ്യ പ്രവർത്തകര്, രണ്ടാമത്തത് കിടപ്പ് രോഗികളായിരുന്നു. അപ്പൊ ആ കിടപ്പ് രോഗികൾക്ക് എടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.